ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം സന്ധ്യാശേഖറാണേ. ഞാനും എൻ്റെ കാശിക്കുട്ടനും കൂടെ മോളൂട്ടിയെ ഡാൻസിന് വിട്ടിട്ട് ഞങ്ങളൊന്ന് കറങ്ങാൻ പോവാം. ഞാനും കാശിക്കുട്ടനും കൂടെ ഇപ്പം ഫസ്റ്റ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബാങ്കിൽ പോവാം. SBI കായംകുളം വരെ പോവാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നന്ദിലേക്ക് G-Mart വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം അവിടെയും പോയി ഒന്ന് കറങ്ങി. ഞങ്ങള് ഇപ്പം ഒരു മോളൂട്ടിക്ക് 5 മണി വരെയാ ക്ലാസ്. അപ്പം അതിനുള്ളിൽ ഞങ്ങൾക്ക് ഇങ്ങ് എത്തിയാൽ മതി ഇല്ലേ കാശിക്കുട്ട? അപ്പോഴത്തേന് ഞങ്ങളൊന്ന് കറങ്ങിയിട്ടൊക്കെ അല്ലേ കാശി? ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ മോനും ഞാനും കൂടാണ് എല്ലായിടവും പോകുന്നതും. സൈറ്റിലൊന്നും കാശിക്കുട്ടനെ കൊണ്ടുപോകുന്നില്ല, കാരണം കഷ്ടമല്ലേ അത്രയും നേരമൊക്കെ അവനെ. ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരുന്ന കാര്യത്തിനൊക്കെ ആണെങ്കിൽ ഞാൻ അവനെ കൊണ്ടുപോകും. പിന്നെ ഞാൻ ലേറ്റ് ആവുകയാണെങ്കിൽ അത്രയും നേരം അവനെ മുഷിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം പിന്നെ ഞാൻ അതുകൊണ്ട് അങ്ങനെ അവനെ ബുദ്ധിമുട്ടിക്കാറില്ല. അപ്പം ഞങ്ങൾ പോയിട്ട് ഫസ്റ്റ് നമുക്ക് പൈസ എടുക്കണം. മാസാവസാനമല്ല, മാസം ആരംഭമായി. അപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ചിട്ടിയും പാട്ടവും KSF-യും പോസ്റ്റ് ഓഫീസ്, അതുപോലെ തന്നെ ലോൺ പിന്നെ അക്കൗണ്ടിൽ നമുക്ക് പിടിച്ചോളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങൾക്ക് നമുക്ക് പോകണം. പിന്നെ അറിയാമല്ലോ, മാസാരംഭം പാല് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും, പത്രം അല്ലേ, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മാസാരംഭം ഭയങ്കര ചിലവാണ്. പിന്നെ അത് തന്നെയല്ല, കാശിക്കുട്ടൻ്റെയൊക്കെ സ്കൂൾ തുറപ്പിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കട്ടെ. കാശിക്കുട്ടനും മോളൂട്ടിക്കുമൊക്കെ സ്കൂൾ തുറപ്പ് നമുക്കറിയാമല്ലോ. ഇപ്പോഴത്തെ ഈ ഒരു ലൈഫിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസവും പൈസ പെറുക്കിക്കൊണ്ടേ ഇരിക്കണം എല്ലാ കാര്യങ്ങൾക്കും. ഒന്നുമില്ല വേണ്ടാത്തതായിട്ട് അല്ലേ, ഒരു ദിവസവും ആവശ്യങ്ങളില്ലാത്തതായിട്ടില്ല. ഞാൻ നോക്കിയിട്ട് എല്ലാ ദിവസങ്ങളിലും ഓരോരോ ആവശ്യങ്ങളാണ് എല്ലാം. ഇനിയിപ്പം ഇവരുടെ എല്ലാം എന്താണ് വയലിന്, അതുപോലെ തന്നെ മോളുടെ ഡാൻസ്, പാട്ട്, അതുപോലെ കഥകളി, ഓട്ടംതുള്ളൽ എന്ന് വേണ്ട എല്ലാത്തിൻ്റെയും, കാശിക്കുട്ടൻ്റെ തബല, രണ്ടുപേരും കൂടുതലും പൈസ എനിക്ക് തോന്നുന്നു ചിലവാകുന്നത് മോളൂട്ടിക്കാണ്. മോളൂട്ടിയാണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ പിന്നെ മോളൂട്ടിക്കാണ് കൂടുതൽ പൈസ ചിലവാകുന്നത്. പക്ഷെ അതിൽ നമുക്ക് സന്തോഷമുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ചിലവാക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അതിനൊരു കണക്ക് പറയാനോ അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാകത്തില്ലല്ലേ. അവർക്ക് വേണ്ടി നമ്മൾ എത്ര പൈസ ചിലവാക്കാനും നമ്മൾ പാരൻസ് സന്നദ്ധരാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ എന്താണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പൈസ മുടക്കണം. നമ്മൾ അങ്ങോട്ട് അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെ പഠിപ്പിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പം കുട്ടികൾക്ക് ശരിക്കും ഒരു എന്താണ് എൻ്റർടൈൻമെൻ്റ് ആവും അല്ലേ. അപ്പം അതുമെല്ലാം വേണം. അല്ലാതെ പഠിത്തം മാത്രം കൊണ്ടിരുന്നിട്ട് കാര്യമില്ല അല്ലേ. എന്തെങ്കിലുമൊക്കെ കലകളിലൂടെ കുട്ടികൾ പഠിച്ചിരുന്നാൽ വളരെ നല്ലതാണ്. എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണം. ഞങ്ങൾ കായംകുളം എത്താറായി. IK ജംഗ്ഷൻ കഴിഞ്ഞു, വിമുക്ക് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ എത്താൻ പോകുന്നത് ONK. പണ്ട് MSN കോളേജിൽ പോകുന്നത് ഈ റൂട്ടാണ് കേട്ടോ. 2 നേരവും ഈ റൂട്ടിലാണ് പോകുന്നത്, രാവിലെയും വൈകിട്ടും. കാരണം KCTയിലല്ലേ പോകുന്നത്. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ റൂട്ട്. ഒരു ബ്ലോക്ക് ഉണ്ട് കേട്ടോ.
ആൾക്കാർക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒടിച്ചു കുത്തി ഒക്കെ വരാം. നമുക്ക് പറ്റുമോ? എൻ്റെ പൊന്നി കേട്ടാ. ഇന്നലെ ഞാനും കാശിക്കുട്ടനും മോളൂട്ടിയും അമ്മയും കൂടെ ഒരു സിനിമ കാണാൻ പോയിരുന്നു കായംകുളത്ത്. പക്ഷേ കായംകുളത്ത് തിയേറ്റർ ഇന്നലെ കണ്ടിട്ട് ഒരു രസമില്ല. ഞങ്ങൾ പോകാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആശീർവാദിലാണ് പോയി കാണാറുള്ളത്. ആശീർവാദിലെ തിയേറ്റർ എന്ന് പറയുമ്പം സൂപ്പറാണ്. അതിനകത്തിലിരുന്ന് കാണാൻ നമുക്ക് നല്ല രസമാണ്. ഇതിപ്പോൾ കായംകുളത്തെ നമ്മളിലെ വീട്ടിലെ TV ഇരുന്ന് കാണുന്ന പോലെ തന്നെ അല്ലേ, വീട്ടിലെ ആ ഒരു സ്ക്രീനിൽ ഇരുന്ന് കാണുന്ന പോലെ, TV സ്ക്രീനിൽ നമ്മളിരുന്ന് കാണുന്ന ആ ഒരു ഫീലിങ്സാണ് നമുക്ക് ഇന്നലെ കായംകുളം എന്താണ് അവിടെ കിട്ടിയത് അല്ലേ, കായംകുളത്ത് ആ മൂവി കണ്ടപ്പോൾ. അപ്പം എനിക്ക് അത്ര അതൊരു രസമായിട്ട് തോന്നിയില്ല. സിനിമ നല്ല നല്ല ഫിലിമാണ്. പാട്രിയോട്ട് ഇന്നലെ റിലീസായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. അല്ലെങ്കിലും എനിക്ക് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഫിലിമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഫിലിമായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ അത് കണ്ടു. പിന്നെ ചെയ്യാനാന്ന് പറയുന്നത്, അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വലിയ സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഒരു മേൽപ്പാലം അത്യാവശ്യമായിരുന്നു. അതൊന്നും മാറത്ത് പോലും ഇല്ല. നമ്മളൊന്ന് കയറി വന്നു കഴിഞ്ഞാൽ അവരൊരു ശകലം പോലും നമുക്കൊരിത് തരത്തില്ല. ഞാനങ്ങ് രണ്ടും കൽപ്പിച്ചും കയറിയത്. ഇത് സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ കായംകുളത്ത് ഒരു ഈ അണ്ടർ പാസേജ് പോലെ സത്യം പറഞ്ഞ ഒരു അതിനേക്കാളും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഒരു മേൽപ്പാലമായിരുന്നു അല്ലേ, അതായിരുന്നു വേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെ കൂടെയുള്ള ഈ ഒരു യാത്ര വളരെ പ്രയാസമായി. എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാണ്. 2 വീലറുകാർക്കും 4 വീലറുകാർക്കും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കായംകുളത്തെ സത്യം പറഞ്ഞാൽ ഈ റോഡ് പണിഞ്ഞപ്പോൾ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേൽപ്പാലം തന്നെയായിരുന്നു. അത് കായംകുളത്തെ ഈ വികസനത്തിൻ്റെ ഒരു പരാജയമായിട്ട് എനിക്ക് കാണാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ഹരിപ്പാട്ട കേസും ഇത് തന്നെയാണ്. അവിടെ ഇല്ല, ആ മാധവയുടെ അവിടെയൊക്കെ എന്തോന്നാണ് കാണിച്ചു വെച്ചേക്കുന്നത്. അവിടെയൊക്കെ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. പക്ഷെ ഇത് വളരെ കഷ്ടമാണ്. ഭയങ്കര ചൂടാണ്, കഷ്ടം. ഈ ബംഗാളികളൊക്കെ നിന്ന് പണിയുന്ന കണ്ടോ, നമുക്ക് കഷ്ടം. അത് അവർ പണിയുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പാവം തോന്നുന്നുണ്ട് അല്ലേ, അവരോടൊരു പാവം തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ AC-യിലൊക്കെ ഇരിക്കുമ്പോൾ അവർ ഈ ചൂട് വെയിലത്ത് അല്ലേ ചുടുവെയിൽ, ശരിയല്ലേ, അത് വേണം കറക്റ്റ് വേടെന്ന് പറയാനും. അത്ര ഭയങ്കര ചൂടാണ്. ഈ വെയിലത്ത് നിന്നാണ് പാവങ്ങൾ പണിയുന്നത്. നമ്മളിപ്പം ആദ്യം നമുക്ക് SBI പോവാം, എന്നിട്ട് നമുക്ക് നന്ദിലേത്തോട്ട് പോകാം. ഫസ്റ്റ് എനിക്ക് ഇന്ന് സത്യത്തിൽ ഇന്ന് ഇറങ്ങിയതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റിൽ സാധനം നാളെ ഇറക്കണമെങ്കിൽ രണ്ടിടത്തൂടെ നല്ല തുക വേണം. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് പോരാ. അതാണ് ആദ്യം ഇന്ന് സത്യത്തിൽ ഇറങ്ങിയത്. ഈ ഉച്ച സമയത്ത് ഇറങ്ങിയതിൻ്റെ പ്രധാന കാരണം, സത്യത്തിൽ ഞാൻ ബാങ്കിലൊക്കെ പോവുകയാണെങ്കിൽ നേരെ രാവിലെ തന്നെ പോകുന്നതാണ്. പക്ഷേ ഇന്ന് മോളൂട്ടിക്ക് 2 മണിക്കാണ് ഡാൻസ് വെച്ച്. അപ്പം ഞാൻ വിചാരിച്ചു, കാശിക്കുട്ട നമ്മുടെ ഇത് മാറിയടാ. അയ്യോ കാശിക്കുട്ട ഇനി ഇതിലേ പോകടാ. ഇനി പോകണോ, ഇനി കറങ്ങണമല്ലോ. ഞങ്ങൾ കറങ്ങണം കേട്ടോ. ഞങ്ങളുടെ വഴിയെല്ലാം ഇതിലേ വേണേൽ പോയിരുന്നു. കണ്ടാണ്ട് അതിലേ എനിക്ക് വഴി ഉണ്ടാക്കാം. ഞങ്ങളുടെ വഴിയെല്ലാം ഞങ്ങൾ പാസ് ചെയ്തു പോയി. ഈ റോഡ് പണി ഇല്ലടാ, റോഡ് തിരിക്കാൻ പറ്റും. ഇവിടെ ഇട്ട് വളച്ചെടുത്താൽ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ് പാസ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. റോഡങ്ങ് ചെയ്യാൻ അറിയാൻ വയ്യാത്തൊക്കെ റോഡൊക്കെയാണിത്. ഇതിലേ കയറി പോകാം കാശിക്കോട്ട. യെസ്, ഇതിലേ പോയി കഴിഞ്ഞാൽ കായംകുളത്തില്ല.
അത് പോട്ടെ, അത് പോട്ടെ. ഏതൊക്കെയോ വഴി, ഞങ്ങൾക്ക് ഈ വഴിയൊന്നും അറിയാൻ വയ്യ. ആദ്യമായിട്ട് വരുവാണ് ഈ വഴിയിലൊക്കെ. ആരുമില്ല, വണ്ടി നമ്മൾ ഇറങ്ങുന്നതോടെ വഴിക്കകത്തോട്ട് പോവടെ, കാശോട്ട് പോവടെ. ഞാൻ വിചാരിച്ചു കുഴിക്കകത്തോട്ട് പോകുന്നു കേട്ടോ. അങ്ങ് വീശി എടുത്തോണ്ടാ വന്നത്. ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് കുഴിക്കകത്തിലോട്ട് ചെന്നാലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. എടാ ഇതിലേ ചെന്നാ ചെല്ലുവോ നമ്മളങ്ങനെ? നേരെ പോയാ നേരെ ചോദിച്ചു SBയുടെ വാതിലിൽ ചെന്നാൽ ഞങ്ങള് എടാ ഇവിടെ അല്ലടാ നമ്മൾ അന്ന് ഫോൺ എടുക്കാൻ വന്നേ മൈജി ഈ വഴിയല്ല, കണ്ടിട്ടില്ലല്ലോടാ ഇവിടെ അറിയില്ല. ആരുമില്ല കൃഷ്ണ മൈജി. യെസ്, അത് നമ്മുടെ അപ്പുറത്തോടെ വന്നേ. അപ്പുറത്തോടെ വന്നേ. അപ്പൊ നമ്മുടെ റോഡ് കറക്റ്റ്. അപ്പൊ നമുക്ക് ഇതിലെ റോഡ് തെറ്റിയാലും നമുക്ക് വരാം. HDFC ബാങ്ക് അല്ലേ? HDFC ബാങ്ക് ഉണ്ട്. SBI ഇച്ചിരൂടൊക്കെ പോകുന്നത്. SBI ഇവിടെ ലെഫ്റ്റില് പുതിയടത്ത് അമ്പലമായി. ഇതിലേക്ക് പോകുന്ന വളരെ ദുഷ്കരം പിടിച്ച കാര്യമാണ്. എല്ലാം സൂപ്പറായിട്ട് അങ്ങനെ ഞങ്ങൾ SBIയുടെ വാതിലിൽ എത്തി. പക്ഷേ നോ പാർക്കിംഗ് ഏരിയാസ്. ഇവിടെ ഒന്നും പാർക്കിംഗ് ഏരിയ ഇല്ല കേട്ടോ. പാർക്കിംഗ് ഏരിയ ഈസ് നോട്ട് അലൗഡ്. എവിടെയാടാ ഒന്ന് പാർക്ക് ചെയ്യുന്നത്? ഇങ്ങോട്ടൊന്ന് പാർക്ക് ചെയ്തോട്ടെ. ഞങ്ങളിപ്പം ഇങ്ങ് വരാവേ. ഇവിടെ ഇവിടെ വഴി ഉണ്ടെങ്കിൽ ഇവിടെ ഇടാ. ഇവിടെ വലിയ കുഴപ്പമില്ല. ഞങ്ങള് ഇനി അങ്ങോട്ട് നടക്കുന്ന കാര്യമോ വയ്യാത്തെ. അപ്പം ഞങ്ങൾ SBIയിലെത്തി. അപ്പം ഇനി ഞാനും കാശിക്കൂട്ടനും കൂടെ ഒന്ന് പോയിട്ട് വരട്ടെ. ഓക്കെ, ബൈ.